എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 6 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ 2-3 വശങ്ങളിലായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. കണ്ടതുപോലെ ഇതിൻ്റെ വെള്ള ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ കോഴിമുട്ടയും ഞാൻ ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ഒന്ന് അരച്ച് വെക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ട നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചീനച്ചട്ടിയോ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. അരമിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ 1/2 മിനിറ്റ് കൂടി ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കോഴിമുട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തീയൊരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ കോഴിമുട്ടയൊക്കെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു ചെറിയ തക്കോലം ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സബോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർക്കാം. സബോള അരിയുമ്പോൾ നല്ല കനം കുറച്ച് ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി സബോളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ സബോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള സാധാരണ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഏകദേശം 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ കിടന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. തക്കാളി നന്നായിട്ട് അരച്ചെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ഈ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മളിതിൽ ചേർക്കാനായിട്ട്. ഏകദേശം 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എത്രത്തോളം തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം 2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വറ്റി തിക്കായിട്ട് കിട്ടും. ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്.
ഈ ഒരു പാകത്തിൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനതിന് പകരം ഇപ്പോൾ കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നാടൻ മുട്ടക്കറിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്കിതിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മുട്ടക്കറി ആണെങ്കിൽ കസൂരി മേത്തി ചേർത്ത് കൊടുത്താൽ മതി. കസൂരി മേത്തി കയ്യിലൊന്ന് അമർത്തി പൊടിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ഫ്ലേവർ തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്